അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിന മുഹമ്മദ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ബുലൂഗുൽ മറാമിൻ്റെ അവസാനത്തെ ഭാഗത്തുള്ള കിതാബുൽ ജാമിഅയിൽ നിന്നുള്ള ബാബുൽ അദബിലെ ഹദീസുകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തബ്ദഉ അൽ യഹൂദ വൻ നസാറ ബിസ്സലാം. നിങ്ങൾ യഹൂദരോടും നസ്രാനികളോടും സലാമു കൊണ്ട് തുടങ്ങരുത്. വഇദാ ലഖീതും അഹദുഹും ഫിത്ത്വരീഖ്. ഇനി നിങ്ങൾ അവരെ ഒരു വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണെങ്കിൽ ഫദ്ദറൂഹും ഇലാ അദീഖിഹി. അവർക്ക് ആ വഴിയിൽ നിങ്ങൾ അവരെ പ്രയാസമുണ്ടാക്കുക എന്നാണ് ഹദീസിലുള്ളത്. രണ്ട് കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത്, യഹൂദരോടും നസ്രാനികളോടും നിങ്ങൾ അങ്ങോട്ട് സലാം പറഞ്ഞു തുടങ്ങരുത്. അങ്ങോട്ട് ഒരാൾ സലാം പറയുക എന്നുള്ളത് അത് ഹറാമാണ്. അത് ജൂതരോടാണെങ്കിലും നസ്രാനികളോടാണെങ്കിലും അമുസ്ലിമായ ഏതൊരു വ്യക്തിയോടും സലാം പറഞ്ഞു തുടങ്ങുക എന്നുള്ളത് ഹറാമാണ് എന്നുള്ളതാണ് ഇമാം നവവി റഹിമഹുള്ളയെ പോലെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. അവരോട് സലാം പറഞ്ഞു തുടങ്ങാൻ പാടില്ല. അപ്പോൾ ചില പണ്ഡിതന്മാർ അവിടെ നൽകിയിരിക്കുന്ന ഒരു മസലയാണ്, സലാം അങ്ങോട്ട് പറഞ്ഞു തുടങ്ങേണ്ട ആവശ്യമില്ല എങ്കിൽ മറ്റുള്ള നമ്മുടെ നാട്ടിലുള്ള അഭിവാദ്യങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അഭിവാദ്യങ്ങൾ, അത് അവർക്ക് ആദ്യമായിക്കൊണ്ട് നമ്മൾ അവരോട് തുടങ്ങാൻ പറ്റുമോ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഒരു ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നതായി കാണാം, നമ്മളായിട്ട് അവരോട് ആദ്യമായിക്കൊണ്ട് തുടങ്ങേണ്ടതില്ല. അത് സലാമാണെങ്കിലും ഇതുപോലെയുള്ള ഗ്രീറ്റിംഗ്സുകളാണെങ്കിലും അതൊന്നും നമ്മൾ തുടങ്ങേണ്ട ആവശ്യമില്ല. എന്നാൽ ഇനി അത് നമ്മുടെ നാട്ടിൻ്റെ സാഹചര്യം, പല നാടുകളിലും പല സാഹചര്യങ്ങളായിരിക്കാം. അവരുടെ ആ സാഹചര്യങ്ങൾ അനുസരിച്ച് അതിനനുസരിച്ച് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ സൂചിപ്പിച്ചതായി കാണാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന്, ഇനി നമ്മൾ അങ്ങോട്ട് സലാം പറഞ്ഞിട്ടില്ല, പക്ഷേ അവർ ഇങ്ങോട്ട് വന്ന് സലാം പറഞ്ഞാൽ എന്ത് ചെയ്യണം? അവർ ഇങ്ങോട്ട് വന്ന് സലാം പറയുന്നത് നമുക്ക് വ്യക്തമായി മനസ്സിലായി അത് സലാമാണ്, അതല്ലെങ്കിൽ ആ പറയുന്ന സലാമിൻ്റെ വാക്യങ്ങളിൽ തെറ്റൊന്നുമില്ല എങ്കിൽ നമുക്ക് ആ സലാം മടക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചില യഹൂദ നസറാക്കൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് സലാം പറയാറുണ്ടായിരുന്നു. പക്ഷേ അവർ സലാം പറയുക എന്ന വ്യാജേന അവർ പറയുന്നത് അസ്സലാമു അലൈക്കും എന്നതിന് പകരം അസ്സാമു അലൈക്കും എന്നായിരുന്നു എന്നാണ്. എന്താണ് സലാമു അലൈക്കും? അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ എന്നതിന് പകരം അസ്സാമു അലൈക്ക്, താങ്കൾക്ക് മരണം ഉണ്ടാകട്ടെ. അസ്സാം മഅന അൽ മൗത്ത്, മരണം ഉണ്ടാകട്ടെ. ഇത് കേട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവർക്കെതിരെ മോശമായി ചില കാര്യങ്ങൾ സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തതായിക്കൊണ്ടുള്ള ചില ഹദീസുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി പറഞ്ഞു. എങ്ങനെയാണ് മറുപടി പറഞ്ഞത്? വ അലൈക്കും, അവരെന്താണോ പറഞ്ഞത് അത് തിരിച്ച് അവർക്കും ഉണ്ടാകട്ടെ. വ അലൈക്കും. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, എന്താണ് അവർ പറയുന്നത് എന്ന് വ്യക്തമായിട്ടില്ല എങ്കിൽ, അതല്ലെങ്കിൽ സലാം അല്ലാത്ത ചില വാക്കുകളാണ് പറയുന്നത് എങ്കിൽ വ അലൈക്കും എന്ന് തിരിച്ച് പറയാം. ഇനി അതല്ല നമുക്ക് കൃത്യമായി മനസ്സിലായി അസ്സലാമു അലൈക്കും എന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ വ അലൈക്കും അസ്സലാം എന്ന് വരെ തന്നെ നമുക്ക് പറയാം. എന്നാൽ അതിലധികമായിക്കൊണ്ട് യഥാർത്ഥത്തിൽ സലാം പറയുമ്പോൾ എങ്ങനെയാണോ നിങ്ങളോട് പറയുന്നത്
അതിന് തുല്യമായി അതല്ലെങ്കിൽ അതിലധികമായി കൊണ്ട് സലാം അടക്കണമെന്നാണ്. എന്നാൽ അവരോട് പറയുമ്പോൾ അതിൽ കൂടുതലായിക്കൊണ്ട് വർദ്ധിപ്പിക്കാൻ പാടില്ല. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ഈ പദങ്ങൾ അധികരിപ്പിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ പൊതുവെ അമുസ്ലിമീങ്ങളായ ആളുകളോട് അങ്ങോട്ട് പോയി സലാം പറയാറില്ല. എന്നാൽ ഒരു മുസ്ലിമീങ്ങളുള്ള സദസ്സിൽ അവർ കൂടിയുണ്ട്, ആ സദസ്സിൽ നമ്മൾ സലാം പറയാൻ പറ്റുമോ? അവിടെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം, പറയാൻ പറ്റും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു സദസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, അതുപോലെയുള്ള അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു എല്ലാം ഇരിക്കുന്ന ഒരു സദസ്സിൽ, അന്ന് അബ്ദുല്ലാഹിബ്നു സലൂൽ അദ്ദേഹം മുസ്ലിമാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കരികിലെത്തിയപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന അബ്ദുല്ലാഹിബ്നു റവാഹ അദ്ദേഹത്തിന് നേരെയായിക്കൊണ്ട് ആ സംഘത്തിന് നേരെ സലാം പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം ആ ഒരു മുസ്ലിമായ വ്യക്തിക്ക് സലാം പറയുക എന്നുള്ള ഉദ്ദേശത്തിൽ ആ സംഘത്തിന് മുഴുവനായി അവരുടെ നേരെ സലാം പറയാം, അതിൽ പ്രശ്നമില്ല എന്ന് ഈ ഒരു ഹദീത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സംഘത്തിൽ നമ്മൾ ഒരാളെ ഉദ്ദേശം വെച്ചുകൊണ്ട് സലാം പറഞ്ഞു. ധാരാളം ആളുകളുണ്ട്, എന്നാൽ വന്ന ആൾ സലാം പറഞ്ഞിട്ടുള്ളത് ഒരാളെ ഉദ്ദേശം വെച്ചിട്ടാണ്. ഒരു കുട്ടി വന്നപ്പോൾ ഉപ്പയുണ്ട്, ആ ഉപ്പയോട് ഉപ്പ അസ്സലാമു അലൈക്കും, പക്ഷെ ധാരാളം ആ കൂട്ടത്തിലുള്ള ആളുകളെല്ലാം അത് കേട്ടിട്ടുണ്ട്. എങ്കിൽ ആ പറഞ്ഞ ആൾ മാത്രം സലാം മടക്കൽ അതിന് ബാധ്യതയുള്ളൂ. ബാക്കിയുള്ള ആളുകൾ അത് സലാം മടക്കിയാൽ അത് നല്ലതാണ്, അതില്ല എങ്കിലും അവരുടെ മേൽ കുറ്റമില്ല എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിന്റെ തുടക്കഭാഗം. രണ്ടാമത് റസൂലുള്ളാഹി സൂചിപ്പിച്ചു, വഇദാ ലഖീതും അഹദകും ഫി തരീഖ്, ഈ ജൂത നസറാക്കളെ അവരെ വഴിയിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ ഫദ്ദറുഹും ഇലാ അദീഖിഹി, അവർക്ക് ആ വഴിയിൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. എന്താണ് ഇതിന്റെ ഉദ്ദേശം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള ആളുകളെ ധാരാളം കണ്ടുമുട്ടിയിട്ടുണ്ട്, പക്ഷെ അവർക്കൊരു പ്രയാസം ഉണ്ടാക്കിയതായി കണ്ടിട്ടില്ല. പക്ഷെ എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? അവിടെ ഇസ്ലാം എന്നതൊരു ഇസ്സത്തുള്ള മതമാണ്. നമ്മൾ ഒരു മുസ്ലിമും അതല്ലെങ്കിൽ മറ്റൊരാളും കടന്നു വരുന്ന സന്ദർഭത്തിൽ നമ്മൾ അവർക്ക് വഴിപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇസ്സത്തിനെ കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ അവരെ ബഹുമാനിക്കുന്ന തരത്തിൽ നമ്മൾ അത്തരത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഇസ്സത്തോടുകൂടി തന്നെ നടന്നു പോകണം എന്നൊരു സൂചനയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അത് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് അത് പറയപ്പെട്ടിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ള രാജ്യങ്ങളിൽ അത് പലപ്പോഴും അത് പ്രാവർത്തികമാക്കുന്നിടത്ത് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് ഇതിലെ പറയപ്പെട്ട കാര്യങ്ങൾ അത് കൃത്യമായി ശ്രദ്ധിച്ച് പ്രാവർത്തികമാക്കാൻ ഏവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും സത്യത്തിന്റെ കൂടെ നിൽക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.